പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ കത്തിനശിച്ചതിനാൽ 15 വർഷമായി നാട്ടിൽ പോകാൻ കഴിയാതെ ഒമാനിൽ കുടുങ്ങിയ തമിഴ്നാട് സ്വദേശിനി ഹസർ നിഷ തിരികെ നാട്ടിലെത്തി. ചെന്നൈ വിമാനത്താവളത്തിലെത്തിയ ഹസർ നിഷയെ ബന്ധുക്കളും ടി.വി.കെ പ്രവർത്തകരും ചേർന്നാണ് സ്വീകരിച്ചത്. 15 വർഷങ്ങൾക്ക് ശേഷം ഹസർ നിഷ തന്റെ കുടുംബത്തെ കൺനിറയെ കണ്ടു. വൃദ്ധമാതാവും മകളും മകനും ഹസർ നിഷയുടെ വരവിനുള്ള കാത്തിരിപ്പിലായിരുന്നു. പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ കത്തിനശിച്ചതിനാൽ ഇന്ത്യക്കാരിയാണെന്ന് തെളിയിക്കാൻ കഴിയാതെ വന്നതോടെയാണ് ഹസർ നിഷയുടെ മടക്കയാത്ര നീണ്ടുപോയത്. ഇവരുടെ നിസ്സഹായാവസ്ഥയെക്കുറിച്ച് മാതൃഭൂമി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്ന് മസ്കറ്റിലെ റൂവി KMCCയുടെ ഇടപെടലിലാണ് ഇവർക്ക് എമർജൻസി സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ ചെന്നൈ വിമാനത്താവളത്തിലെത്തിയ ഹസർ നിഷയെ ബന്ധുക്കളും ടി.വി.കെ പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു. ടി.വി.കെ മുഖ്യമന്ത്രി ജോസഫ് വിജയ് കൂടി വിഷയത്തിൽ ഇടപെട്ടതോടെയായിരുന്നു നടപടികൾ വേഗത്തിലായത്. വീട്ടുജോലിക്കായി ഒമാനിൽ വന്ന ഇവർ 1.5 പതിറ്റാണ്ടായി വീട്ടിൽ പോകാൻ കഴിയാതെ സഹായത്തിനായി പല വഴികളും തേടിയിരുന്നു. റൂവി KMCC പ്രസിഡന്റ് റഫീഖ് ശ്രീകണ്ഠാപുരത്തിന്റെ നേതൃത്വത്തിൽ അമീർ കാവനൂർ, താജുദ്ദീൻ കണ്ണപുരം, ഹമീദ് മലപ്പുറം, ഷാനവാസ് പാലക്കാട്, അഫ്വാൻ കുറ്റിച്ചിറ എന്നിവർ നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകി. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.